നിബിധങ്ങൾ പറഞ്ഞു ഓതണം, പഠിക്കണം. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് ആ ആയത്തുണ്ടെങ്കിൽ അള്ളാഹു വിജ്ഞാനം നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആയത്ത് ഏത് കുട്ടികളുടെ നമ്മുടെ മക്കളെ നിർബന്ധമായിട്ടും പഠിപ്പിക്കേണ്ട ഒരു ആയത്ത്. ഈ ആയത്ത് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. ആ സഹാബിയുടെ നെഞ്ചത്തടിച്ചിട്ട് പറഞ്ഞു അള്ളാഹു നിനക്ക് വിജ്ഞാനം നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കളുടെ ഹൃദയത്തിന്റെ അകത്ത് ഈ ആയത്തുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് അള്ളാഹു ദീൻ കൊടുക്കും, ഈമാൻ കൊടുക്കും. നമ്മുടെ മക്കൾക്ക് ദീനീപരമായിട്ടുള്ള അറിവ് അള്ളാഹു കൊടുക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഏതായത്ത് ഓത്? ആയത്തുൽ കുർസി. ഏതായത്ത്? ഓത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിനോട് നബിതങ്ങൾ ചോദിച്ചു, ഉബയ്യേ, നീ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചവനാണല്ലോ. ആ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ ആയത്ത് ഏതാണ്? ഉബയ്യ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, ആയത്തുൽ കുർസിയാണ് നബിയേ. ആയത്തുൽ കുർസിയാണ് നബിയേ. ആയത്തുൽ കുർസിയാണ് നബി. തങ്ങൾ നെഞ്ചത്തടിച്ചിട്ട് പറഞ്ഞു അല്ലാഹു നിനക്ക് വിജ്ഞാനം നൽകട്ടെ. അതുകൊണ്ട് മാതാപിതാക്കളോട് പറയുന്നു, പരീക്ഷയുടെ മദ്രസയുടെ വിദ്യാഭ്യാസം പഠിച്ചവനെ റിസൾട്ട് ഒക്കെ വന്നില്ലേ? മക്കളുടെ മാർക്ക് കണ്ടിട്ട് സങ്കടപ്പെടുന്ന മാതാപിതാക്കളോട് പഠിച്ചവനെ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ആയത്തുൽ കുർസി പഠിപ്പിച്ചു കൊടുക്കൂ. അത് ഹൃദയത്തിന്റെ അകത്ത് കൊണ്ട് നടക്കുന്ന മക്കളുടെ ഹൃദയത്തിൽ അല്ലാഹു വിജ്ഞാനം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോൾ പഠിച്ചവനെ റമദാനാണല്ലോ, ഒരുപാട് സമയമുണ്ടല്ലോ, മക്കളെ വിളിച്ച് കിട്ടിയിട്ട് ഒരു ആയത്തുൽ കുർസി പഠിപ്പിക്കുക. ഏതെങ്കിലും ഒരു മനുഷ്യന് ഖുർആനിലെ ഒരക്ഷരം തന്റെ മക്കളെ പഠിപ്പിച്ചാൽ, ഒരായത്ത് പഠിപ്പിച്ചാൽ, ആ മാതാപിതാക്കളുടെ പാപം മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ